പാർട്ടിയുമായും മുന്നണിയുമായും ധാരണ ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് സുധാകരൻ പറഞ്ഞത്. പിന്തുണ പ്രഖ്യാപിച്ചാൽ അപ്പോൾ പരിശോധിച്ച് തീരുമാനിക്കും. കോൺഗ്രസ് പിന്തുണയിലാണ് മത്സരമെന്ന വാർത്ത സുധാകരൻ നിഷേധിച്ചു. ബംഗാളിലും തമിഴ്നാട്ടിലും അടക്കം കോൺഗ്രസുമായി ചേർന്നതല്ലേ CPM മത്സരിക്കുന്നതെന്നും സുധാകരൻ തിരികെ ചോദിച്ചു. പാർട്ടിക്കെതിരല്ല തന്റെ മത്സരമെന്ന് അവകാശപ്പെട്ട സുധാകരൻ ഇതുവരെ മത്സരിച്ച ആശയം ഉയർത്തിയതുമായും ഇനി പ്രത്യയശാസ്ത്രത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ പാർട്ടിക്ക് യോജിക്കാത്ത പെരുമാറ്റം, പാർട്ടിയെ പറ്റി അറിയാത്തവർ പാർട്ടി വക്താക്കളായി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്, ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി. ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ ഒഴിവായി. 2-3 ആഴ്ച പുതുക്കി പാർട്ടി മെമ്പറല്ല, അത്രയേ ഉള്ളൂ. ഞാൻ സ്വതന്ത്രമായി ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. വാർത്താ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ മത്സരിക്കുന്ന കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നില്ല. പാർട്ടിയുമായി ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പാർട്ടിയിൽ നേരിട്ട അവഹേളനങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. പക്ഷേ സസ്പെൻസ് പൊളിച്ചുകൊണ്ട് താൻ മത്സരിക്കും എന്നുള്ള കാര്യം അദ്ദേഹം പൊടുന്നനെ പ്രഖ്യാപിക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ, ഒപ്പം പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് കിരൺ ബാബു എന്നിവർ ചേരുകയാണ്. ശരണ്യ, ഇന്നലെ രാത്രി അനുനയ നീക്കങ്ങൾ നടന്നിരുന്നതാണ് സുധാകരന്റെ വാർത്താ സമ്മേളനം ഒഴിവാക്കുന്നതിന് വേണ്ടി. പക്ഷേ എന്താണ് അദ്ദേഹം ഒടുവിൽ തീരുമാനം മാറ്റാൻ തയ്യാറാകാത്തതും മത്സരിക്കുകയാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തുകയും ചെയ്യാനുള്ള കാരണം? മഞ്ജുഷ, 5 വർഷക്കാലമായി നീണ്ടുനിന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സുധാകരൻ ഏറ്റവും ഒടുവിലായി തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. താൻ പാർട്ടി മെമ്പർഷിപ്പിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പൊളിറ്റിക്കൽ ക്രിമിനലിസമാണ് നടക്കുന്നതെന്നുള്ള കൃത്യമായ ആരോപണം തന്നെ അദ്ദേഹം ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെ